देशनोक बीकानेर ഗംഗാനഗർ റൈറ്റ് അടിച്ച് വേണം പോകട്ടോ. ഇത് ബൈപ്പാസ് കേട്ടോ, ബിക്കനീർ ബൈപ്പാസ്. ജയ്പൂർ 338 പിന്നെ കാണിക്കുന്നത്. മൊത്തം കറക്കം കേട്ടോ. ജയ്പൂർ അവിടെ പോയാലും ജയ്പൂർ കാണാൻ പറ്റും. എവിടെ പോയാലും ജയ്പൂരിൻ്റെ ബോർഡ് ഇങ്ങനെ വട്ടം നീളത്തിൽ വെച്ചേക്കുക മൊത്തം. ബിക്കാനീർ ബൈപ്പാസ് ടോള്. ജമ്മു 834, പത്താംകോട്ട് 713, ബട്ടീൻ്റെ 351. ഗംഗാനഗർ ടു ബിക്കാനീർ. രാജസ്ഥാനിലെ ബസ്സാട്ടോ, കണ്ടില്ലെന്ന് പറയല്ലേ? രാജസ്ഥാനിലെ ബസ് നമുക്ക് നാളെ കൊണ്ട് ഇറക്കിയിട്ട് പോകുന്നുണ്ടോ? ഓ, ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാട്ടോ. രാജസ്ഥാനിൽ വന്നിട്ട് ഇനി ഒട്ടകത്തിനെ കണ്ടില്ലെന്ന് കണ്ടോട്ടോ. രാജസ്ഥാനിൽ വന്നപ്പോൾ ഒട്ടകത്തിനെ കൂടെ കണ്ടു നമ്മൾ. നോക്ക്, സൂപ്പർ ഒട്ടകം. ഡിസൈനൊക്കെ ഇട്ടേക്കുന്നു ഒട്ടകത്തിന്. നമ്മുടെ വണ്ടി അവിടെ ഒരു പാർക്കിംഗ്, ഇവിടെ പാർക്കിങ്ങിൽ ഇട്ടേക്കും കേട്ടോ. ഇവിടെ ഒരു പമ്പുണ്ട്, ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പ്. ഇതുണ്ടോ? അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് നമ്മുടെ ഒരു ചെറിയ ബാത്റൂമും കാര്യമുണ്ട്, കുളിക്കാനുള്ള പരിപാടി കേട്ടോ. പൈപ്പിൽ വെള്ളം വീണുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഒരു കുളിയൊക്കെ പാസ്സാക്കാന്നുള്ള രീതിയിലാട്ടോ സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മളിത് ഇവിടെ ഒരു പമ്പിനോട് സൈഡാക്കിയേക്കോ കേട്ടോ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അൺലോഡിങ് സൈറ്റിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇച്ചിരി ഗാവ് ഏരിയ ആണ് അവിടെ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇച്ചിരി ബ്ലോക്കൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ടേക്കാം കേട്ടോ. എന്താ ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ലോഡ് ഇറക്കുന്ന സൈറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ട് നമ്മൾ നിർത്തിയിട്ടേക്ക് വരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോഡ് ഇറക്കുന്ന സൈറ്റിൻ്റെ അവിടെ ഒരു കട പോലും ഇല്ല കേട്ടോ. അപ്പോൾ അത് മൊത്തം മരുഭൂമിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ ഭക്ഷണവും കാര്യങ്ങളും വെള്ളമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരു 23 കിലോമീറ്റർ ഇപ്പുറം നിർത്തി വെച്ചേക്കുമായിരുന്നു. ഇനിയിപ്പോൾ നേരെ ഇവിടെ നിന്ന് പോയിട്ട് നേരെ അകത്തോട്ട് കയറി പോകണം. ഹൈവേ എന്നൊരു 10-20 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ ഈ മരുഭൂമിയിൽ എത്തുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിർത്തിയിട്ടേക്കുമായിരുന്നു.
രാവിലെ വീണ്ടും എടുത്തേക്കാണ് 4:45 ഇപ്പോൾ സമയം. ഇതൊരു HP ഗ്യാസ് പ്ലാന്റ് ആണ് കേട്ടോ. HP യുടെ ഗ്യാസ് പ്ലാന്റ്. വണ്ടികൾ കിടക്കുന്നുണ്ടോ? ടാങ്കർ കിടക്കുന്നുണ്ടോ? HP ഗ്യാസ് പ്ലാന്റ്. ജെൻസാർ. മോർണിംഗ് സുഹൃത്തുക്കളെ. അപ്പം നമ്മളെ വണ്ടിൻ്റെ സൈറ്റിൽ ഇറക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ കൊണ്ട് നിർത്തിയിട്ടേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ഗേറ്റ് കാണിച്ചതേ ഇതുണ്ടോ, അവിടെ നമ്മൾ നിർത്തില്ല. അതൊരു ഹൈവേ ആണ്. ഹൈവേ അല്ല, നമ്മുടെ ചെറിയ റോഡാണ്. ഇങ്ങോട്ട് കയറി വരിക നമ്മളില്ല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് അകത്തോട്ട് കയറി പോകണം ലോഡ് ഇറക്കാൻ സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഘടം പിടിച്ച വഴിയാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ഉള്ളിലേക്ക് ഇതേപോലെ തന്നെ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദുർഘടം പിടിച്ച വഴിക്കുള്ള യാത്ര. നമ്മൾ ലോഡിറക്കം സൈറ്റിലെത്തി കേട്ടോ. ലോഡിറക്കി സൈറ്റിലെത്തി നിൽക്കുമ്പോൾ വണ്ടികൾ കിടക്കുന്നുണ്ടോ? ചെറിയൊരു കട വന്നിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലോറിക്കാരെ ഉദ്ദേശിച്ച് വെച്ച് മാത്രം വെച്ചേക്കാം. ഇപ്പം നമ്മുടെ വണ്ടികളുണ്ടോ? 1, 2, 3, 4, 5, 6, 7ാമത്തെ വണ്ടിയായിട്ട് നമ്മുടെ വണ്ടി നിൽക്കുന്നത് കേട്ടോ. ഫുള്ള് മറ്റേ ഇതാണ് കേട്ടോ, മറ്റേ മരുഭൂമി വെള്ളമാണ് കേട്ടോ മൊത്തം. അപ്പോൾ ഏകദേശം നമ്മൾ ബോർഡറിൻ്റെ അടുത്തായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരു 50 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബോർഡറായി. ഇവിടുന്ന് ഒരു കുറച്ചും കൂടെ ഇതുപോലെ തന്നെ ഫുള്ള് ഒരു 10-40 കിലോമീറ്ററും കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഫുള്ള് ബോർഡറാണ്. ഇവിടം വരെ ഇവിടെ എല്ലാം ഫുള്ള് സോളാർ പാടം ആക്കാനുള്ള സ്ഥലം കേട്ടോ. हाल तो शुरुआत घणी सामान्य गया हो क्यों भाई जी है कोई लोहे लकड़ वालों आए हाल तो सरिया वालों आए कहीं ना कहीं सामान तो घना प्रकार का आवे है ड्राइवर राशि से जी बोर्ड हो जो ऐसा लेट भी देते हैं इधर साधन घणे आए मुंडा गाड़ी है मां तो भाई साहब तुम तो करो बॉर्डर बीकानेर की पाजा माय काटो पाकिस्तान बॉर्डर को है ना पाकिस्तान बॉर्डर पाकिस्तान बॉर्डर है ना आंगली ऐसे करो डिजर्ट एरिया अच्छा एरिया डिजर्ट एरिया फुल है डिसेंट एरिया फुल डिसेंट एरिया बीकानेर जैसलमेर में दिखे छोटा छोटा पत्ता देखो व्यू भाई साहब रुको तेरे नेड़ा करो मुंडो बोलो वो ಕಬಡ್ಡಿ ಪಾಳು ಮಣ್ಣ ಅಂತ ರಾತ್ರಿ ಸುಂದರಿ ಅಡಿ ಇವತ್ತು ಮಂಡಿ ಜೈ ಅಂತ ಮಂಡಿತೇನೆ ಬಾಯ್ ಸಾಬ್ ಅರೆಲ್ಲ एमा भाईसा मुझसे मुझे करो ये यादाश्त रही जगह है ना ये आपने नया शेट एक दुकान कर ली है गाड़ियां का माथा पड़ी करा गाड़ी वाला ने भी मेरा हम 6 साल 2 साल बन दे दो ये रिव्यू माय बोर्ड സുഹൃത്തുക്കളെ നമ്മുടെ വണ്ടി ഓരോന്നോരോന്നായിട്ട് അകത്തോട്ട് ഇറക്കാനായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അതെന്താ അവരിങ്ങനെ വിളിക്കും വണ്ടി അകത്തോട്ട് കയറാനായിട്ട്.
നമ്മൾ ലോഡറക്കാൻ വേണ്ടി വന്നോടത്ത് കണ്ട ഒരു സൈസ് കായാണ് കേട്ടോ ഇത്. എന്തോ ഒരു സൈസ് കായ കണ്ടോ, എന്തോ ആണെന്നറിയില്ല. വിഷക്കായ വല്ലതും ആയിരിക്കും, അതുകൊണ്ട് തിന്നാൻ പറ്റത്തില്ല. ഇവിടെ എല്ലാം കിടക്കുന്നുണ്ട്. ഇതേലും ഉണ്ടായിരിക്കുന്ന കായ ഇത് കണ്ടോ. എന്തായാലും പൊട്ടിച്ച് നോക്കാം എന്തോ. पानी नहीं भाई, बहुत प्रॉब्लम. थोड़ा बहुत ही नहीं है. ഇതാണ് കേട്ടോ സംഭവം. സോളാർ പാടം മൊത്തം കേട്ടോ, സോളാർ പാടം. वो लास्ट तक पड़ी वो आर के वो गाड़ी निकलेगा. നമ്മൾ ആ ഭാഗത്ത് ലോഡ് ഇറക്കിയിട്ട് വന്നു കേട്ടോ. അത് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിൻ്റെ ഭാഗമാണ് കാണുന്നത് കേട്ടോ. ഇപ്പോൾ വന്ന് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമ്മൾ ഹൈവേയിൽ വന്ന് ജോയിൻ ചെയ്തോളൂ. ഹൈവേയിൽ വന്ന് ജോയിൻ ചെയ്തോളൂ. നമുക്കവിടെ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ ലോഡ് ഇറക്കാൻ പോയ സ്ഥലത്തൊന്നും. ഞാൻ രാവിലെ തൊട്ട് ഫുള്ള് കട്ട പോസ്റ്റായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇറക്കി പുറത്ത് വന്ന് ഇങ്ങനെ അവിടെ നിന്ന് ഔട്ടറിൽ എത്തിയത്, ഹൈവേ പിടിച്ചത് കേട്ടോ. സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ വണ്ടി ലോഡ് ഇറക്കി കേട്ടോ. ഇറക്കിയിട്ട് ഇപ്പോൾ അടുത്ത ലോഡ് കയറ്റാനായിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അടുത്ത ലോഡ് കയറ്റാനായിട്ട് നമ്മൾ പോയി പൗഡറിൻ്റെ ലോഡ് കയറ്റാൻ പോകും കേട്ടോ. ടൈൽസൊക്കെ ഉണ്ടാക്കുന്ന വെച്ചാൽ പൗഡറുണ്ട്, അപ്പോൾ അതിനുള്ള ലോഡ് കയറ്റാൻ പോകണം. അപ്പോൾ നമ്മുടെ 3 വണ്ടികൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ 4 വണ്ടിയായി, ഇപ്പോൾ മൊത്തം 4 വണ്ടിയുണ്ട്. നമ്മൾ ലോഡ് കയറ്റാൻ വേണ്ടി നേരെ പോകണല്ലോ. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ട്രക്ക് ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് എല്ലാം കൂടെ ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പിലെടുത്ത കുറേ ഫോട്ടോസ് എല്ലാം കൂടെയാണ് ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തിരുനെൽവേലി ടു ബിക്കാനീർ ട്രിപ്പ് നമ്മൾ ഇറക്കി നമ്മുടെ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ.